കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. +1 തുടങ്ങി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ ഒരു വർഷത്തേക്കായിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. പക്ഷേ ചില സിറ്റുവേഷനിൽ പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം. അങ്ങനെ അഡീഷണൽ ക്യാപിറ്റലും പെർമനൻറ്റ് വിഡ്രോവലും വന്നാൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് എന്തുകൊണ്ടാണ് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ജനറലി പ്രൊവൈഡഡ് ഫോർ ഇൻ 2 സിറ്റുവേഷൻസ്. അതായത് 2 സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് അൺഈക്വൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽസ് ബട്ട് ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഡിഫറൻ്റ് ആയിരിക്കുക, അൺഈക്വൽ ആവാം, അതേസമയം പ്രോഫിറ്റ്സ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പാർട്ട്നേഴ്സ് എ ആൻഡ് ബി. എയുടെ ക്യാപിറ്റൽ 2 lakh, ബിയുടെ ക്യാപിറ്റൽ 4 lakh. അതേസമയം 2 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആയിരിക്കും. നമുക്കറിയാം ബിയുടെ ക്യാപിറ്റൽ എനേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിലും 2 പേരുടെ പ്രോഫിറ്റ്സ് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. സെക്കൻഡ് സിറ്റുവേഷൻ, വേർ ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈസ് സെയിം ബട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് അൺഈക്വൽ. അതായത് 2 പാർട്ട്നേഴ്സും ഈക്വലായിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എ 2 lakh, ബി 2 lakh, ബട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് അൺഈക്വൽ. അതേസമയം 2 പേരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 എന്നോ അല്ലെങ്കിൽ 2:1 എന്നോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, അൺഈക്വൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽസ് ബട്ട് ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. Second one, capital contribution is same but profit sharing is unequal. Next one, ഇനി എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ഓൾസോ കാൽക്കുലേറ്റഡ് ഫോർ ഇനി അഡീഷൻ ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രോബ്ലത്തിലൂടെ പഠിക്കാം. When the deed specifically provides for it, interest on capital is credited to the partners at the agreed rate. അത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവരുടെ എഗ്രീഡ് റേറ്റിൽ, പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബട്ട് ഇഫ് ദ ഫേം സഫേഴ്സ് എനി ലോസ്, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ്. പക്ഷേ ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. സിമിലർലി നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അൺലെസ് ഇറ്റ് ഈസ് എഗ്രീഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2 സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാത്തത്. ഒന്ന്, പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുകയും അതേസമയം ഫേമിന് ലോസ് ഉണ്ടാവുകയും ചെയ്യാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഈ 2 സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കാര്യമില്ല. സംടൈംസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ് മേ നോട്ട് ബി ഗിവൺ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽസ് വിൽ ഹാവ് ടു ബി കാൽക്കുലേറ്റഡ്. നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റലായിരിക്കണം. പക്ഷേ പ്രോബ്ലത്തിൽ ചില സിറ്റുവേഷനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തരാറില്ല, ക്ലോസിംഗ് ക്യാപിറ്റലായിരിക്കും തരാം. അങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം എന്താണ്? എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാറുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ഡ്രോയിങ്സ് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആഡ് പാർട്ട്നേഴ്സ് സാലറി, ആഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ, ആഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നാൽ എങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം.
കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതണം? ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്തോ അതൊക്കെ ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്. അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്തോ അതെല്ലാം ഇവിടെ ലെസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കാം. പഠിച്ചു വയ്ക്കലല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലുകളായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ ആ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം വായിച്ചു നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. രണ്ട് പാർട്ട്നേഴ്സാണ് എ ആൻഡ് ബി. അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വലാണ്. ദെയർ ക്യാപിറ്റൽസ് ഓൺ 1st January 2004 were എ 10,000, ബി 12,000. ഇവിടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 1st January അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 5% പെർ ആനം ഫോർ ദ ഇയർ എൻഡിങ് 31st December 2004. ഈ പ്രോബ്ലത്തിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കാം കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിനുശേഷം നമുക്ക് രണ്ട് കോളം കൊടുക്കാം. പർട്ടിക്കുലേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ എ ആൻഡ് ബി എന്നുള്ള കോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എയുടെയും ബിയുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് വിഡ്രോവലോ അഡീഷണൽ ക്യാപിറ്റലോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലുകളായിരിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? എയുടെ 10,000 ഇൻറ്റു 5%. അപ്പോൾ എത്രയാണ്? 500. ബിയുടെ 12,000 ഇൻറ്റു 5%, 600. അപ്പോൾ രണ്ടുപേരും കൂടി ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? എയുടെ 500, ബിയുടെ 600. ഇവിടെ ടോട്ടൽ എന്ന് എഴുതാൻ കാരണം ചില സമയത്ത് അഡീഷണലും പെർമനൻറ്റ് വിഡ്രോവലൊക്കെ വരാം. അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ഒരു ഫോർമാറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ എല്ലാ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ഈ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 41. സി ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹിസ് ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 1st January 2004 was ₹25,000. Under the partnership deed, a partner is entitled to 6% interest per annum on his capital. On 1st July, C had withdrawn ₹5,000 out of capital. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർട്ട്ണറുടെ ഡീറ്റെയിൽ മാത്രമാണ് തന്നിട്ടുള്ളൂ. സിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,000 ആണ്. ഡേറ്റ് ഏതാണ്? 1st January. ഇനി ആൾക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6% ആണ്. 1st July അപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാപിറ്റലിൽ നിന്നും 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്ത എമൗണ്ടും കൂടി പരിഗണിച്ചിട്ട് വേണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലുമേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ്? 1 വർഷത്തേക്കാണ്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും 1 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 1st Januaryയിലാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് ശേഷം, അതായത് 1st Julyയിൽ 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര കാലമാണ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 25,000. എത്ര മാസം ഉണ്ടായിരുന്നു? 1st January തൊട്ട് 30th
ജൂൺ വരെയാണ് ഉണ്ടായിരുന്നത്. എത്ര മാസമാണ്? 6 months ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 25,000 6 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ 6 മാസം എന്നുള്ളത് എങ്ങനെ കിട്ടിയത്? 1st January. 30th June എങ്ങനെ കിട്ടിയത്? കാരണം 1st Julyയിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30th June വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പർട്ടിക്കുലേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് സി. അപ്പോൾ നമുക്ക് 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? ഫ്രം 1st January 2004 ടു 30th June 2004. ഈ 30th June എങ്ങനെ കിട്ടിയത്? 1st Julyയിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര മാസം ഉണ്ട്? 6 months ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 25,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 750. ഇനി 1st July തൊട്ട് സിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 25,000 ആയിരുന്നു. അതിൽ നിന്നും 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ എത്രയായിട്ട് കുറഞ്ഞു? 20,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 1st July തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ, അതായത് 31st December വരെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര എമൗണ്ടുകളായിരിക്കണം? 20,000 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 1st July 2004 to 31st December 2004, 6 months. 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 600. അപ്പോൾ ഇവിടെ 2 ഭാഗമായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് 6 മാസത്തേക്കായിരുന്നു, അതായത് 1st January തൊട്ട് 30th June വരെ. കാരണം എന്താണ്? 1st Julyയിൽ വിഡ്രോ ചെയ്തു. ഇനി രണ്ടാമത് എന്നോട് കാൽക്കുലേറ്റ് ചെയ്ത് 1st Julyയിൽ ക്യാപിറ്റൽ കുറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 1st July തുടങ്ങി 31st December വരെ, അതായത് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എത്ര കിട്ടി? 600. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 1,350. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 42. L is a partner in a firm. On 1st January 2003, his capital account balance was rupees 40,000. ഇതേതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. During the year, L introduced additional capital of rupees 10,000 on 1st April 2003. ഈ ഇയറിൽ എന്ത് ചെയ്തു? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്രയാണ്? 10,000 ആണ്. ഏത് ഡേറ്റിലാണ്? 1st Aprilലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് allowed 5% per annum. Calculate interest on capital for the year ending 31st December 2003. കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ചെയ്തത് എന്തായിരുന്നു? ആദ്യത്തെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ 1 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലത്തിലോ 6 മാസം കഴിഞ്ഞപ്പോൾ വിഡ്രോവൽ വന്നു. അപ്പം നമ്മൾ വിഡ്രോവലും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിലോ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മെത്തേഡിൽ തന്നെ പോകാം. എല്ലാവർക്കും പല മെത്തേഡിലൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാവരും അവരുടെ യുക്തിക്കനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിനെ എത്ര നാളത്തേക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം? അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഡേറ്റ് ഏതാണ്? 1st January 2003 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1st Aprilലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്ന വരെയുള്ള ഡേറ്റ്. ചേഞ്ച് വരുന്നത് ഏത് ഡേറ്റിലാണ്? 1st Aprilലാണ്. അപ്പോൾ എവിടം തൊട്ട് എവിടം വരെ കാൽക്കുലേറ്റ് ചെയ്യാം? 1st January 2003 ടു 31st March 2003. എത്ര മാസമുണ്ട്? 3 മാസം. അപ്പോൾ 3 മാസത്തേക്ക് ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിനെ കാൽക്കുലേറ്റ് ചെയ്യാം.
അത് കഴിഞ്ഞാൽ 1 ഏപ്രിൽ തൊട്ട് എന്താവും, ആളുടെ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. കാരണം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ക്യാപിറ്റലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലുകളായിരിക്കണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഹെഡിങ് കൊടുക്കുക. ഇവിടെ ഒരു പാർട്ട്ണറാണ് വരുന്നുള്ളൂ, എൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എത്ര നാളത്തേക്കാണ്? 3 മന്ത്സിലേക്കാണ്. ഈ 3 മന്ത്സ് എങ്ങനെ കിട്ടിയത്? 1 ജാനുവരി 2003 ടു 31 മാർച്ച് 2003. 31 മാർച്ചിൽ വെച്ച് നിർത്താൻ എന്താ കാരണം? 1 ഏപ്രിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ആ ഡേറ്റ് മുതൽ ക്യാപിറ്റലിൽ ചേഞ്ച് വന്നു. അപ്പോൾ എന്നാണ് ചേഞ്ച് വന്നത്, ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അന്ന് വരെ ഈ ഫേമിലുണ്ടായിരുന്ന ക്യാപിറ്റൽ എത്രയായിരുന്നു? 40,000 ആയിരുന്നു. അപ്പോൾ 40,000 ഇൻറ്റു 5/100 ഇൻറ്റു 3/12 500. ഇനി 1 ഏപ്രിൽ തൊട്ട് അവരുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറും? 10,000 അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തല്ലോ. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 50,000 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ 50,000 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1 ഏപ്രിൽ 2003 ടു 31 ഡിസംബർ 2003. എത്ര മാസമുണ്ട്? 9 months ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 50,000 ഇൻറ്റു 5/100 ഇൻറ്റു 9/12 1875. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത്. എന്തുകൊണ്ടായിരുന്നു? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ആ വർഷം കഴിഞ്ഞപ്പോൾ ആളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 500 പ്ലസ് 1875 2375. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലം ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? 2 പാർട്ടായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലുമേ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര നാൾ വരെ, ഏത് ഡേറ്റിലാണോ ചേഞ്ച് വരുന്നത് ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ചേഞ്ച് വന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ആ 2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്.